അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ വീഡിയോ പുറത്തൊക്കെ പോയിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിക്കുന്ന ഭർത്താക്കന്മാർക്കുള്ളതാണ്. ഇന്ന് എൻ്റെ അടുത്ത് ഒരു ഉമ്മയും മകളും വന്നിട്ടൊരു പരാതി പറഞ്ഞത്, തങ്ങളെ എൻ്റെ മകളും മരുമകനും വലിയ ഭിന്നിപ്പിലാണ്, അവരുടെ ജീവിതം സന്തോഷത്തിലല്ല പോകുന്നത്, തങ്ങൾ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കാരണം പ്രത്യേകിച്ച് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, എന്താ മോളെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറയാണ്, തങ്ങളെ എൻ്റെ കാര്യത്തിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ എനിക്ക് വേണ്ട കാര്യങ്ങളൊന്നും വാങ്ങിച്ച് തരാതെ കൂട്ടുകാരന്മാരൊക്കെ ആയിട്ട് ചെത്തിപ്പൊളിച്ച് ഇങ്ങനെ നടക്കുകയാണ്. പുറത്ത് പോയിട്ട് നല്ല നല്ല ഭക്ഷണമൊക്കെ ഇങ്ങനെ രാത്രിയൊക്കെ പോയി കഴിക്കും, എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഒന്നും ഞാൻ ഉണ്ടാക്കിയതൊന്നും കഴിക്കാതെ സുഖമായിട്ടൊക്കെ കിടന്നുറങ്ങും. അങ്ങനെ ഒരു കെട്ടഴിഞ്ഞ ജീവിതമാണ് എൻ്റെ ഭർത്താവിൻ്റെ, അതുകൊണ്ടൊരു മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രയാസമാണെന്നൊക്കെ പറഞ്ഞു. എനിക്ക് പണ്ട് ഒരു സ്വഭാവമുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു കിതാബിലൊക്കെ ഒരു ഇബാദത്ത് കണ്ടാൽ അത് എൻ്റെ ഡയറിയിൽ എഴുതി വയ്ക്കും. കാരണം എപ്പോഴെങ്കിലും പ്രസംഗിക്കുമ്പോഴൊക്കെ വിഷയത്തിന് ആവശ്യം വരുമ്പോൾ ആ വിഷയം നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഡയറി മറിച്ച് നോക്കുമ്പോഴാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വരി ഇങ്ങനെ കാണുന്നത്. വല യംബഗി അൻ യസ്അസിറ അൻ അഹ്ലിഹി ബിമഅ്കൂലിൻ തയ്യിബിൻ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു വരി ഇങ്ങനെ പറയുന്നുണ്ട്. നോക്ക് നിങ്ങൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് നമ്മുടെ ഇമാമിങ്ങളൊക്കെ നമ്മളിങ്ങനെ ഈ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എത്ര ദീർഘവീക്ഷണത്തിലാണ് നമ്മളൊക്കെ നമ്മുടെ മഹാന്മാരൊക്കെ പഠിപ്പിച്ചത്. അതിൽ പറയാണ്, കുടുംബത്തെ ഭക്ഷിപ്പിക്കാതെ നല്ല ഭക്ഷണമൊക്കെ കഴിക്കൽ അത് ഭർത്താക്കന്മാർക്ക് അത്ര ഉചിതമൊന്നുമല്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും പുറത്ത് പോയിട്ട് നല്ല ഭക്ഷണം കഴിച്ചാൽ തന്നെ അത് വീട്ടിൽ വന്നിട്ട് ആ ഭക്ഷണം എങ്ങനെയായിരുന്നു, ആ ഭക്ഷണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ മദ്ഹുകളൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അത് മക്കളുടെയും ഭാര്യയുടെയും ഇടയിലൊക്കെ, ഭർത്താക്കന്മാരുടെ ഇടയിൽ അത് ഒരു ഭിന്നിപ്പ് വരാൻ കാരണമാകും, ഒരു അകലച്ച വരാൻ കാരണമാകും. മക്കൾക്ക് ഉപ്പയോട് സ്നേഹം കുറയും. ഉപ്പ മാത്രം നല്ല പോയി ഭക്ഷണം കഴിക്കുമ്പോൾ മക്കൾക്കൊന്നും കൊടുക്കാതെ, അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലും അതൊരു ഭിന്നിപ്പിന് കാരണമാകുമെന്ന് ഇമാമിങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുക. അപ്പോൾ പുറത്തൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നവർ ഒരു ലേശം കുറച്ചെങ്കിലും ഭാര്യ മക്കൾക്കൊക്കെ വാങ്ങി കൊണ്ടുകൊടുത്താൽ അത് അവർക്കും വലിയ സന്തോഷമാണ്, അത് നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ സന്തോഷം കൊണ്ടുവരും. അപ്പോൾ പ്രത്യേകിച്ചൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹു എല്ലാവർക്കും റാഹത്തുള്ള ജീവിതമൊക്കെ തുറക്കട്ടെ, അകന്നു പോയ ഹൃദയങ്ങളൊക്കെ അല്ലാഹു യോജിപ്പിച്ചു കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും.